ഭയങ്കര കർഷകരുണ്ട്. ഒരു ടൈമില് സത്യത്തിൽ ഞാനൊരു കൂതറ മനുഷ്യനാണ്. അലമ്പ് എന്ന് പറഞ്ഞാൽ പക്ക അലമ്പാണ്, മോശപ്പെട്ടൊരു വ്യക്തിയാണ്, ആർക്കും ഒന്നിനും പറ്റാത്തൊരു ആളാണ്. എല്ലാം കൊണ്ടും ഞാൻ വളരെ വീക്ക്, ഡള്ള്, മോശം വ്യക്തി കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി മറ്റുള്ളവർ പറയണല്ലോ കരീം എങ്ങനത്തെ ആളാന്നുള്ളത്. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയും കാലം ഞാൻ മോശപ്പെട്ട വ്യക്തി തന്നെ കയറും. അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയണം. ആരെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ്. ഫ്രൂട്ടുകളൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. മാങ്ങയുണ്ട്, പേരക്കയുണ്ട്, സീതപ്പഴമുണ്ട്. നല്ല അടിച്ചപ്പൊളി സീതപ്പഴമാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അനാറുണ്ട്, നമ്മളെ പച്ച ഈത്തപ്പഴം പറ്റ സാധനം, പിന്നെ റംബുട്ടാൻ. ഇതൊക്കെയാണ് നമ്മളടുത്തുള്ളത്. 1 2 3 4 5 6 ഐറ്റം ഫ്രൂട്ടുമായിട്ടാണ് നമ്മളിന്ന് കച്ചവടത്തിന് നടക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഓട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് സാധനമൊക്കെ സെറ്റാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാവുന്നതാണ്. ഓക്കെ മക്കളെ, അന്ന് വാവച്ചിൻ്റെ വെറൈറ്റി എന്താണ് വാവ അത് സാധനം? എൻ്റെ വെറൈറ്റി ഇല്ലേ പെണ്ണു? ഇതിൻ്റെ പെണ്ണൂൻ്റെ കേട്ടോ, സ്വന്തം പെണ്ണൂൻ്റെ വെറൈറ്റി എന്തേ വാവാച്ചിക്ക് സ്പെഷ്യൽ ചിക്കൻ അല്ലേ, പിന്നെ പപ്പടം, പിന്നെ തൈര്, നല്ല മഴ, നൊസ്റ്റാൾജിയ. ഹലോ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാട്ടോ. ഫുഡ് കഴിക്കണം. വാവച്ചിയുണ്ട്, ബേബി ഉണ്ട്, പെണ്ണുകുട്ടിയുണ്ട്. പെണ്ണുകുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടോ. ബേബി വെക്കുന്നുണ്ട്, ബേബി നമ്മളെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. നല്ല മഴ കേട്ടോ, പുറത്ത് നല്ല മഴയാണ്. നാട്ടിൽ നിന്ന് ദൂര ഭാഗത്തൊക്കെ, കരുവാൻ ഭാഗത്തൊക്കെ ആനകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കാട്ടാനകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണ്, കാലാവസ്ഥയൊക്കെ വളരെ മോശമാണെന്നറിയാം. എല്ലാവരും സൂക്ഷിക്കുക. ചോറടിപൊളി, സൂപ്പർ പവർ. ലേവാ അതില്ല അന്ന് റേഷൻ കടീത്തെ അരിയിട്ട ഫുഡ് പെണ്ണൂരെ. 2 ചിക്കൻ പീസും കുറച്ച് മഞ്ഞപ്പൊടി, ചെറിയ സബോളി അല്ലേ, മഞ്ഞപ്പൊടി ഇല്ല, എന്തായിരുന്നു ചിക്കൻ മസാലയും ചെറിയ കുട്ടികളപ്പോഴും വാവ കാക്കയ്ക്കും ബേബിക്ക് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ആകെ ബേബിക്ക് തോന്നലുണ്ടാവില്ല എന്താ ഇപ്പോൾ ഇച്ചില്ലാതെ വാവക്ക് മാത്രം. തോന്നിയാളെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എൻജോയ് വിത്ത് ഫാമിലി. അതിൽ കുറഞ്ഞൊരു കളിയും കളിക്കണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വാവ ഇങ്ങനെ വീട്ടിൽ നമ്മളെ കൂടെ ഇപ്പം ഇങ്ങനെ 1 മാസമായിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞില്ല വന്നിട്ട്. വാവ ഇപ്പം തന്നെ പോകണം എന്നിങ്ങനെ അവർ കാലുമ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ. പക്ഷേ നമ്മളിങ്ങനെ പിടിച്ചിർത്തി കണ്ടോ. ഇതെന്താ പെട്ടെന്ന് പോകണം എന്ന് പറയാൻ കാരണം? നാട്ടിൽ പോരാ, ചിലവാണ്. നാട്ടിൽ നിൽക്കൂല, ചിലവാണ്. അപ്പോൾ പ്രവാസികൾ മൊത്തത്തിൽ ഇങ്ങനെ കേട്ടോ. അപ്പോൾ അന്ന് 1 മാസം 2 മാസം കഷ്ടി നിൽക്കുമ്പോൾ പറയും, ഇവിടെ അവിടെ നിൽക്കാൻ പറ്റില്ല, പ്രയാസം കേട്ടോ, കയ്യൂടെ കേട്ടോ. 500 നോട്ട് 10 വെച്ചിട്ടും കാര്യമില്ല കയ്യിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നൊക്കെ അഭിപ്രായം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയാണല്ലോ വർഷങ്ങളായിട്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചിലവാണ് നാട്ടിൽ നിന്ന് അറിയാം, പക്ഷെ നമ്മളതൊക്കെ അങ്ങനെ മെയിൻ ചെയ്ത് പോവാണ്. അതിൻ്റെ വഴിക്ക് നടക്കുമൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇരുന്നുള്ള വീഡിയോസൊന്നും അധികം എടുക്കുന്നില്ല, വളരെ കുറവാണ്. ഇത് പപ്പടാട്ടോ. വാവാ ഭയങ്കര ചിലവാണ് കൂടെ. നിങ്ങൾക്കാണ് ചിലവില്ല. വാവ അതിട്ട് ഇരിക്കാൻ തന്നെ ചിലവ്. വാവയ്ക്ക് ചിലവില്ല. അതല്ലെങ്കിൽ അങ്ങനല്ലേ, വാപ്പാർക്കല്ലേ എപ്പോഴും ചിലവുണ്ടാകുക അല്ലേ. അപ്പേ ഓന് ചിലവ് പറഞ്ഞാൽ എത്ര 1/2 കിലോ ചിക്കൻ ഉണ്ടാവും അവൻ്റെ പ്ലേറ്റിൽ. 300 ഗ്രാം ചിക്കൻ ഒരു നേരത്തെ ഭക്ഷണം. പിന്നെ ബീഫാണെങ്കിലോ 300 ഗ്രാം ബീഫും. ആഴ്ചയിൽ ഇപ്പോൾ ഞാനിവിടെ 2 കിലോ ബീഫ് വാങ്ങും ഒരാഴ്ചയിൽ. ഇപ്പം അത് വെച്ച് തോന്നുന്നു 8 കിലോ ബീഫാക്കിയാണ് അല്ലേ. വാവ വന്നിട്ട് മാത്രം 8 കിലോ ബീഫ് അല്ലേ. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച 2 വാങ്ങി, നീ ഞായറാഴ്ച 2 വാങ്ങും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പോയി നമുക്കൊക്കെ ഉണ്ടായില്ലേ. എന്താ ചെയ്യണ കേസ്?
ചിലവാണ് വാവക്ക്. വാവാരുടെ എനിക്കാണ് ചിലവൊക്കെ എന്ന് പറയുന്നത്. അപ്പോഴേ ഒക്കെ നടന്നു പോകണ്ടല്ലോ അൽഹംദുലില്ലാ. അതൊക്കെ ശരിയാവും. ബേബിക്ക് ചിലവില്ല കേട്ടോ. ബേബിക്ക് രാവിലെ നീറ്റുമ്പോൾ പള്ളാണത്ത് ചായയും കടി, 10 മണിക്ക് ചോറും കൂട്ടാനാവും, ചായയും കടി, ബേക്കറിയും കടി. ഉച്ചയ്ക്ക് ചോറും കൂട്ടാനും പള്ളറച്ച്. വൈകുന്നേരം എൻ്റെ ഗുഡേൻ്റെ ബിസ്ക്കറ്റോ എണ്ണക്കടിയോ അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും അതിക്ക് ചായയും. രാത്രി എന്താ രാത്രി ഉള്ള എന്തെങ്കിലുമൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലപ്പോഴൊക്കെ പറയും അത് വേണം ഇത് വേണം. എന്നാലും രാത്രി ഉണ്ടാവും ചിലൊക്കെ കാര്യമായിട്ട്, മോശം ഉണ്ടാവില്ല. എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് മുന്നോട്ട് പോട്ടെ. ബേബി കമോൺ. എന്താ പറയുക, ഈ കാക്കു ഇപ്പോൾ ഒരു മാസമായി വന്നിട്ട് എന്താ എൻ്റെ അഭിപ്രായം? കാക്കുവിനെ ഇപ്പോൾ ഒരു മാസം നിൽക്കുകയും ചെയ്തില്ല ജീവ? അവൻ്റെ ഇപ്പോൾ ഒരു മാസം നിൽക്കുകയും ചെയ്തില്ലേ? വേറൊന്നോ? രാവിലെ ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ചിക്കൻ്റെ പ്രത്യേകത ഒന്നുമില്ല, എരും പുളിയൊന്നുമില്ല. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയിട്ട് കുക്കറിലിട്ട് കണ്ട് പെണ്ണു റൈസ് ഉണ്ടാക്കി. പൊളിയാണ് സംഭവം, വളരെ സിമ്പിളായിട്ട്. ഒരു 250 ഗ്രാം ചിക്കനും 1/2 കിലോ അരിയിട്ട് കളയ പരിപാടി ഞാനുണ്ടാവും. വെരി വെരി സിമ്പിൾ. അപ്പോൾ ചിലവ് കുറക്കാനും പറ്റൂട്ടോ, കൂട്ടാൻ മാത്രമൊന്നുമല്ല. നല്ല മഴയാണ്, അടിപൊളി മഴ. അപ്പോൾ കച്ചവടത്തിൽ രാവിലെ ഇറങ്ങണ മനസ്സിലാണ് ഞാൻ 8 മണിയാകുമ്പോൾ. അപ്പോൾ ഇന്ന് മഴ കാരണം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. സംഗതിയൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറുണ്ടായതിൽ ഇറങ്ങും ഇൻഷാ അല്ലാ. വാ പറയൂ. വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ദുബായ് വിശേഷങ്ങളൊന്നും പറയാമല്ലോ. മിസ്സിങ് ജിമ്മാണ്. ജിമ്മാണ് അവിടെ ഇപ്പോൾ കണ്ണിങ് ആയിട്ട് അവന് ജിമ്മിലാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ ദുബായിൽ. നാട്ടിൽ ഫ്രണ്ട്സുകളുണ്ട്, പക്ഷേ ആരും കിട്ടൂല. എല്ലാവരും ഓരോ വർക്കിലും കാര്യങ്ങളും പുറത്തൊക്കെയാണ്. ഒന്നുകിൽ എൻ്റെ കൂടെ പോരുക, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലിരിക്കുക. അതാണ് അവൻ്റെ ഹോബി. ഇപ്പോൾ രാവിലെ ജിമ്മിന് പോകുന്നുണ്ട്, പക്ഷെ അവിടുത്തെ അത്ര ഹാപ്പിനെസ് ഒന്നും ഇവിടെ കിട്ടണമെന്ന് പറയുന്നത്. അവിടെ ഒരു വൈബ് വേറെയാണ്. നാട്ടിൽ വന്നാൽ 4 കൊല്ലം അവിടെ നിന്ന ആൾക്ക് പെട്ടെന്ന് നാട്ടിൽ വന്നാൽ പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. ആ ഒരു കുറവുണ്ട്. വേറെ വീട്ടിൽ പന കൊണ്ടും മന കൊണ്ടതിലും പ്രയാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. പെങ്ങളെ കൊണ്ട് ചെറിയ തടി വിട്ടുകാരില്ലേ? പെങ്ങൾ ചെറിയ ഡിസ്റ്റർബേഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രിയപ്പെട്ട നമ്മുടെ വിശേഷങ്ങൾ, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും ഭാവിയും ബേബിയൊക്കെ ചോറ് കഴിച്ചു. പെണ്ണ് കുട്ടിക്ക് ചോറ് കൊടുക്കുകയായിരുന്നു. കുട്ടിക്ക് ചോറ് കൊടുക്കാതെ പെണ്ണ് ചോറ് കഴിക്കില്ല കേട്ടോ. അതിനി എന്തായാലും കാര്യമില്ല. അപ്പോൾ കുട്ടിക്ക് ചോറ് കൊടുക്കൽ പെണ്ണിൻ്റെ ജോലിയാണ് ഇവിടെ. ബേബിക്ക് അങ്ങനെ ഡ്യൂട്ടി ഇവിടെ അല്ല. ഓളിവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കൊടുക്കണം കുട്ടിക്ക്, എന്നില്ല കുട്ടി അത് കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാനും നമുക്കൊരു ആവേശം ഉണ്ടാവില്ലേ? ആ ആവേശം ഇവിടെ വളരെ ഭംഗിയായിട്ട് പെണ്ണ് കൈകാര്യം ചെയ്യേണ്ടത് അൽഹംദുലില്ലാ. വളരെ സന്തോഷമാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ റാഹത്താട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മട്ടം പോലെ കൈകാര്യം ചെയ്ത് പോണത് പെണ്ണ് തന്നെയാണ്. നമുക്ക് ഇവിടെ രാവിലെ പോവുക വരിക, ഡ്യൂട്ടിക്ക് പോവുക വരിക, വെറും ഡ്യൂട്ടി. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശരിയാക്കാറ് പോവും. പക്ഷെ ഒന്നും നടക്കലില്ല അവിടെ, ശരിയാകലില്ല. പെണ്ണ് ഏതായാലും ചോറ് വെച്ചപ്പോൾ കഴിഞ്ഞു അല്ലേ? ചോദിച്ചില്ലേ? അപ്പോൾ കുട്ടിക്ക് കൊടുത്തു ചോദിച്ചു. വേറെന്താ ശേഷം? മഴയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ. അപ്പോൾ പെണ്ണു പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ മട്ടം പോലെ അങ്ങനെ അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ അമ്പിളിനെ കൊണ്ട് ഇപ്പോൾ പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ടുള്ള വിഷമം അമ്പിളിക്കുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് ബൈക്കുമ്പോൾ ഇങ്ങനെ കറങ്ങും. ബൈക്കുമ്പോൾ കറങ്ങുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ്സിൽ ഇങ്ങനെ പോവാള്. ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം കൊണ്ടുപോയി, കുറേ നാൾ കൊണ്ടാകാതെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഹാപ്പി, ഭയങ്കര സ്റ്റേക്കാണ്. അപ്പോൾ ഈ ആഴ്ച ഒന്നിനും പറ്റിയിട്ടില്ല. മഴ ഒന്നാമത് മഴയാണ്. ഇപ്പോൾ അവൾക്ക് ഇന്നൊരു ദിവസം പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് ഇടയ്ക്കൊക്കെ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് കരയണൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴ അതുകൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കളുടെ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുക ഗെയ്സ്. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് വല്ലപ്പോഴൊക്കെ ഇത് കൂടാൻ പറ്റുന്നുള്ളൂ ഇവരെ കൂട്ടത്തിൽ. നമ്മൾ കൂടുതൽ സമയം പുറത്തല്ലേ. പക്ഷെ ഉള്ള സമയത്ത് നമ്മൾ കൂടിയാടി എൻജോയ് ചെയ്ത് ഹാപ്പിനെസ്, ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ്. കഴിഞ്ഞൊരു കാലഘട്ടമുണ്ട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, മറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത് നമ്മൾ ഒരിക്കലും ഇനി ഓർത്തെടുത്തുകൊണ്ട് സങ്കടപ്പെടുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും കഠിനമായ പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് അതിജീവിച്ച് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്, അൽഹംദുലില്ലാ. അപ്പോൾ ആ ഒരു ഇടങ്ങേറുകളുണ്ടല്ലോ ഫാമിലി ലൈഫിലും വല്ലാത്ത രീതിയിലും പല രീതിയിലൊക്കെ കഷ്ടപ്പെട്ട ഒരുപാട് കഷ്ടതകളൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കലില്ല. നമ്മൾ നമ്മുടേതായ ജീവിതം നമ്മളെ രീതിയിൽ കടന്നു പോകുന്നു. നമ്മൾ 4 ഭാഗവും ചിന്തിച്ചാലും ആലോചിച്ചാലും പ്രശ്നങ്ങൾ തീരില്ല. അപ്പോൾ ആ ഭാഗം കേസറ്റൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം. അതേപ്പോൾ നടക്കുള്ളൂ എന്നുള്ളൊരു അനുഭവത്തിലൂടെ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഇനി മുന്നോട്ട് പോവുള്ളൂ. ബാക്കി കാലല്ല അള്ളാഹ്. നമ്മളെപ്പോഴും ഒരു വിശ്വാസമുണ്ട്, അള്ളാഹ് തവക്കൽത്തു അലല്ലാ എന്ന് പറയാം. അല്ലാതെ ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പെണ്ണെന്താ പറയാനുള്ളത്? ലൈഫ്, ഫാമിലി ലൈഫ് അടിപൊളിയായിട്ട് പോകണം. ഉറക്കനെ പറയാം. അടിപൊളിയായിട്ട് പോകണം പെണ്ണോ, അത്രേ ഉള്ളൂ കേട്ടോ. സംഗതി പണ്ടത്തെ പോലെ ഒന്നല്ലോ, അലമ്പൊന്നും ചിലപ്പോൾ ആരെയും അലമ്പ് ഞാനില്ലായിരുന്നു. ഞാൻ ഭയങ്കര കഷ്ടമായിരുന്നു ഒരു ടൈമിൽ. സത്യത്തിൽ ഞാനൊരു കൂതറ മനുഷ്യനാണ്. അലമ്പ് എന്ന് പറഞ്ഞാൽ പക്ക അലമ്പാണ്, മോശപ്പെട്ടൊരു വ്യക്തിയാണ്, ആർക്കും ഒന്നിനും പറ്റാത്തൊരു ആളാണ്. എല്ലാം കൊണ്ടും ഞാൻ വളരെ വീക്ക്, ഡള്ള്, മോശം വ്യക്തി കേട്ടോ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി മറ്റുള്ളവർ പറയണല്ലോ കരീം എങ്ങനത്തെ ആളാന്നുള്ളത്. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്രയും കാലം ഞാൻ മോശപ്പെട്ട വ്യക്തി തന്നെ കാരണം. അല്ലെങ്കിൽ ആരെയൊക്കെ പറയണം, ആരെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് ഞാൻ പൊക്കി പറയുന്നത് ശരിയില്ല. ഞാൻ ഇപ്പോൾ വല്ല മനുഷ്യനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, അതിലൊന്നും ഒരു അർത്ഥമല്ലല്ലോ. ഞാൻ വളരെ വീക്കായ മനുഷ്യനാണ് ഇപ്പോഴും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. വേടം പറഞ്ഞ പോലെ ഞാൻ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നാവാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, പിന്നെ പക്ക വേറെന്താ വിശേഷം? ഓക്കെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോ. പെണ്ണു എപ്പോഴും പറയും പെണ്ണൂന് പറയാൻ അവസരം കൊടുക്കലില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പെണ്ണൂന് അവസരം കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ പറ്റൂല, വിടൂല. അവസരം തരുന്നില്ല എന്ന് എപ്പോഴും പറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പറയും ഗൈസ് കേട്ടോളി. പെണ്ണു എപ്പോഴും പറയുന്ന കാര്യമാണ് പെണ്ണൂനൊന്നും പറയാൻ അവസരം കൊടുക്കില്ല. എന്നാൽ ഞാൻ അവസരം കൊടുക്കട്ടെ. തൊള്ളോർന്നാ എന്താ തുറന്നള? പെണ്ണ് തൊള്ളർന്ന അത്ര മോശാ? പിന്നെന്താ, പെണ്ണൂന് തൊള്ളോർക്കാൻ പാടില്ല ഇത്രേ. എന്നാ ശരി, എന്നിട്ട് എപ്പോഴാ തൊള്ളോർക്ക തിന്നാ മാത്രമാണ്. എന്താ ചെയ്യാ, മുണ്ടാൻ വെച്ചപ്പോ എന്താ ചെയ്യാ. ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഓളെ അറിയാതൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേ കാണാല്ലേ. ഞാൻ തന്നെ ഒരു പ്രാങ്ക് എടുക്കുന്നുണ്ട്. ശരിക്കുള്ള സ്വഭാവം എന്താന്നുള്ളത് നിങ്ങൾ അപ്പൊ കാണും. ശരിക്കുള്ള സ്വഭാവമാണ് ഇപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞത്, എന്റെ കേസിനോട് പറഞ്ഞത്. അങ്ങനെ വളരെ വീക്കാണ്, ഡള്ളാണ്, മോശമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു. അതുപോലെ മനസ്സിലാവുമല്ലോ, അതന്നെയാണ് മോശം. അത് കാരണം ഞാൻ പ്രാങ്ക് ചെയ്യുമ്പോൾ അവർക്ക് കാണാനുള്ളത് തന്നെയാണ്. ഞാനെന്ന വ്യക്തി വളരെ വീക്കാണെന്നുള്ളത് ബോധ്യപ്പെടും. അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പൊ എന്റെ യഥാർത്ഥ ക്യാരക്ടറാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. വീക്കാണ്, ഞാൻ ഒന്നുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്നെ കൊണ്ടൊന്നും കഴിവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചാൽ മതി. കൂടുതലൊന്നും എന്നെ കുറിച്ച് ആരും പ്രതീക്ഷിക്കരുത്. ഇത്രയൊക്കെ തന്നെ എൻ്റെ അടുത്ത് കിട്ടുള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെ പറയാം? അപ്പൊ കേസ് ബേബി ബേബിക്ക് എന്തെങ്കിലും പറയണ്ടോ? വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്. കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർത്താക്കൊന്നുമില്ല. ഞാൻ എൻ്റെ നമ്മളിത് പക്കട്ടെ, നമ്മളിത് എഡിറ്റ് ചെയ്ത് മുറിച്ച് ചേർക്കാനും നിൽക്കില്ല. ഉള്ളതാണ് കേട്ടോ. അതിൽ വരുന്നൊക്കെ വരും. അതിൽ നെഗറ്റീവ് ഉണ്ടാവും, ചിലപ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ കൂടുതൽ. അപ്പോൾ ഓക്കെ, ശരി, ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. സത്യത്തിൽ ഞാൻ വീഡിയോസിൻ്റെ ഇൻട്രോയിലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒന്നും പറച്ചിൽ വളരെ കുറവാണ്. 1% ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്തായാലും അൽഹംദുലില്ലാഹ് ഇതുവരെ നമുക്ക് 1K അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ വീണ്ടും ഇനിയിപ്പോൾ പറയുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ. പൊതുവേ അങ്ങനെ പറച്ചിൽ കുറവാട്ടോ. എൻ്റെ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല.
പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ ചാനൽ വളർന്നു, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ്, ഇല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ എത്തില്ല. അപ്പോൾ ഞാൻ ഇനി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഉഷാറാക്കി മുന്നോട്ട് പോട്ടെ. ഓക്കെ, നമ്മളെ ചാനൽ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വഴിയെ കാണാം. ഓക്കെ, ഗുഡ് ബൈ.